ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് ഗാർഡനിങ് വീഡിയോ ഒന്നുമില്ല, നമുക്ക് കുറച്ച് പ്രകൃതി എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഞാൻ ഒരു 10 വയസ്സൊക്കെ ഉള്ളപ്പം താഴെ വീണിട്ടുണ്ട്. ഇത് നല്ല ആഴമുള്ള ഒരു കുഴിയാണ് കേട്ടോ, താഴെ തോടാണ്. അന്ന് ഇതുപോലൊക്കെ ഈ മരമൊക്കെ വെട്ടിയിട്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എനിക്കൊരു പോറൽ പോലും പറ്റിയില്ല. അതെന്തോ ദൈവം, ഞാനത് ആരെയോ കൈകളിലോട്ട് വീഴുന്ന മാതിരിയായിരുന്നു എനിക്കന്ന് തോന്നിയിരുന്നത്. എനിക്കത് ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. അത്രയും എൻ്റെ മനസ്സിനെ അലട്ടിയ ഒരു സംഭവമായിരുന്നു അത്. ഞാൻ താമസിക്കുന്നിടത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതാണെന്ന്. അത്രയും മനോഹരമാണ് കേട്ടോ. വീഡിയോയ്ക്കകത്ത് എത്രത്തോളം കാണാമെന്ന് എനിക്കറിയത്തില്ല. ഇത് പ്രകൃതിദത്തമായ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര നല്ലതാണ്. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒത്തിരി ആൾക്കാർ വരും. ഇത് വലിയൊരു പാറയാണ് കേട്ടോ. വലിയ പാറയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുട്ടൻ പാറയാണ്. ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറാൻ പറ്റും, പക്ഷേ ഞാൻ കയറുന്നില്ല. എനിക്ക് ചെറിയ പേടിയുണ്ട്, അതുകൊണ്ട് കയറുന്നില്ല. ഞാൻ അതിൻ്റെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ എന്നെ ഒരു ഉറുമ്പ് മാതിരിയേ തോന്നിക്കത്തുള്ളൂ. അത്രയും വലിയ മുട്ടൻ പാറയാണ്. പണ്ടൊക്കെ വെക്കേഷൻ ടൈമിൽ ഇവിടെയായിരുന്നു കുളിയും ജപവും എല്ലാം. ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ട് ഇവിടെ വരും. ഈ ഒരു 5 മണിയൊക്കെ ആകും തിരിച്ചു പോകുമ്പോൾ. അത്ര നല്ലതാണ്, പോകാനേ തോന്നില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അത്രയും പ്ലേസ് വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. എൻ്റെ വീട് പത്തനംതിട്ട. ഞാനൊരു പത്തനംതിട്ടക്കാരിയാണ് കേട്ടോ. പത്തനംതിട്ടയിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ കൂട്ടുകാരൊക്കെ വെറുതെ എന്നെ കളിയാക്കും, നീ പത്തനംതിട്ട ജില്ലക്കാരിയല്ലേ, ഇവിടെ എന്തുണ്ട് കാട്ടുവാസി, കുറേ കാടും മലയൊക്കെ ഉള്ളല്ലോ. പക്ഷേ ആ കാടും മലയെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ഒരു ഭംഗി. ശരിക്കും പറയാൻ ഞാൻ ഇതിനെയൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്താണ്. ഇത്രയും എന്നെ ഇത് എത്രത്തോളം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നത് കേട്ടോ. കണ്ണുള്ളപ്പോൾ നമുക്ക് കണ്ണിൻ്റെ വില അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്ന് വിഷമിച്ചിരുന്നിട്ട് നമ്മുടെ വീട്ടിലോട്ട് നമ്മളൊന്ന് വരുമ്പം ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു വിഷമങ്ങളെല്ലാം മാറും. എനിക്കങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഭാഗ്യവാന്മാരാണ് കേട്ടോ. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ലൈഫ് ബ്യൂട്ടിഫുള്ളാണ്. പ്രതീക്ഷിക്കാതെ എത്തിയ ഒരു അതിഥിയാണ്. സൗണ്ട് കേട്ട് നോക്കിയപ്പം ദാണ്ടിരിക്കുന്നു മയിൽ.